വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് TKA അസീസ്. വർത്തമാനകാല സമൂഹത്തിൽ മനുഷ്യൻ നിരന്തരം തേടുന്നതും എന്നാൽ മിക്കവാറും എല്ലാവർക്കും അലഭ്യവുമായ ഒന്നുണ്ട്. അതാണ് മനസ്വാസ്ഥ്യം. മനുഷ്യജീവിതത്തെ സുഖപ്രദവും സുന്ദരവുമാക്കാൻ ആവശ്യം വേണ്ട ഒന്നാണ് മനസ്വാസ്ഥ്യം എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ സർവ്വ മനുഷ്യരും അത് ആഗ്രഹിക്കുന്നത്. മനസ്സമാധാനം കെടുത്തുന്ന പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്നാണ് ധനസമ്പാദനത്തിനുള്ള വ്യഗ്രത. സമ്പത്തിൻ്റെ അഭാവം ഇന്ന് പലരുടെയും മനസ്സമാധാനം ഇല്ലാതെയാക്കുന്ന ഒരു ഘടകമാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ധനസമ്പാദനം ഗൃഹസ്ഥാശ്രമിക്ക് ആവശ്യമാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ സ്വാസ്ഥ്യവും ശാന്തിപൂർണവുമാക്കാനുള്ള 3 പ്രധാന ഘടകങ്ങളാണ് സംതൃപ്തി, ദൈവാർപ്പിതമായ കർമാനുഷ്ഠാനം, നിർമ്മമത്വം എന്നിവ. കിട്ടുന്നത് കൊണ്ട് സംതൃപ്തനാകാനുള്ള പരിശീലനം ചെറുപ്പകാലം തൊട്ടേ നേടണം. കൂടുതൽ ആഗ്രഹിക്കുകയും കിട്ടുന്നത് കൊണ്ട് തൃപ്തനാകാതെ വരികയും ചെയ്യുമ്പോൾ അവിഹിത മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിക്കുവാൻ ശ്രമിക്കും. ധാർമ്മിക ബോധവും സദാചാര ചിന്തയും നഷ്ടപ്പെട്ട ഒരു ജീവിതമായിരിക്കും പിന്നീടുണ്ടാകുക. അങ്ങനെയുള്ളവർ സമൂഹത്തിനൊരു ബാധ്യതയായിത്തീരും. കിട്ടുന്നത് കൊണ്ട് സംതൃപ്തരായി ശാന്തിയും സ്നേഹവും നിറഞ്ഞ ആത്മസംയമനത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും പാവന ജീവിതം നയിക്കുന്നവർ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായിരിക്കും. സംതൃപ്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈശ്വരാർപ്പിതമായ കർമാനുഷ്ഠാനമാണ് രണ്ടാമത്തേത്. എല്ലാ കർമ്മവും ദൈവത്തിനു വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണെന്നും താൻ വെറും ഒരു ഉപകരണം മാത്രമാണെന്നും കരുതി പ്രവർത്തിക്കുക. അഥവാ എഴുതുന്ന പേനയാണ് നാം, എഴുതിക്കുന്നത് ദൈവമാണ് എന്നർത്ഥം. ആശുപത്രിയിലെ നേഴ്സ് മറ്റൊരു ഉദാഹരണമാണ്. സാധാരണയായി നേഴ്സിന് രോഗിയുമായി മുൻപരിചയമോ അടുപ്പമോ ഉണ്ടാവാറില്ല. അവളാണ് രോഗിയുടെ രോഗം ഭേദപ്പെടുത്തിയത് എന്ന ചിന്തയും ഉണ്ടാകാറില്ല. കാരണം അവൾക്കറിയാം അതിന് പിന്നിൽ ഒരു ഡോക്ടറുടെ ചികിത്സാവിധി ഉണ്ടെന്നും വിജയവും പരാജയവും അവളെ ബാധിക്കുന്നില്ല. കാരണം നേഴ്സ് രോഗിയുടെ അസുഖം ഭേദപ്പെടുത്തുന്നതിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു എന്നതാണ് സത്യം. മൂന്നാമത്തേത് നിർമ്മമത്വമാണ്. ഒന്നിനോടും ഒരു പരിധിയിൽ കവിഞ്ഞ മമത പാടില്ല. നമ്മളെല്ലാം കുറേ കാലത്തേക്ക് ഇവിടെ ഒത്തുകൂടി നാളെ പിരിഞ്ഞു പോകണം. തൽക്കാലത്തേക്ക് താമസിക്കുന്ന ഒരു അതിഥി മന്ദിരത്തോടുള്ള മമത മതി നാം താമസിക്കുന്ന വീടിനോട്. നാം അതിഥികളും ദൈവം ആതിഥേയനുമാണ്. ജീവിതകാലം അല്ലലില്ലാതെയും അപരന് ഉപദ്രവമില്ലാതെയും ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സുഖകരം. അതിനുവേണ്ടി ദ്രവ്യത്തോടും മറ്റു ഭൗതിക ജീവിത സാഹചര്യങ്ങളോടും കുറഞ്ഞ മമത പുലർത്തുക. അങ്ങനെയാകുമ്പോൾ ഒരു നാൾ ഇവയെ പിരിയേണ്ടി വരുമ്പോൾ അമിത ദുഃഖം തോന്നുകയില്ല. ഭൂമിയിൽ ഉള്ളതിനോട് അതിര് കവിഞ്ഞ മമത കാണിക്കാതെ സംതൃപ്തമായ ഒരു മനസ്സ് സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത്തരം ഗൃഹസ്ഥർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാതിരിക്കില്ല. മതവിശ്വാസികളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സുഖലോലുപമായ നശ്വര ഐഹിക ജീവിതത്തിൽ മയങ്ങാതെ നിത്യമായ പരലോക ജീവിത വിജയത്തിന് കർമ്മങ്ങൾ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടണമെന്നാണ്. എല്ലാ മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലും സമാന സന്ദേശങ്ങൾ കാണാം. ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് നാം ഓർക്കുക. TKA അസീസ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.